അങ്ങനെ വീണ്ടും ഒരു നൊയമ്പുകാലം വന്നെത്തി. മലയാറ്റൂർ മലകയറ്റം. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്നത്തേതുപോലെ ടൂറുകളൊന്നും സജീവമല്ലാതിരുന്ന കാലത്ത് ഊട്ടി, കൊടൈക്കനാൽ അതിനപ്പുറം പോയിട്ടുള്ള കുട്ടികൾ വളരെ വിരളമായിരുന്നു. സ്കൂൾ ചർച്ചകളിൽ സ്ഥിരം കടന്നു വരാറുള്ള സ്ഥലമായിരുന്നു മലയാറ്റൂർ. നൊയമ്പ് കാലത്ത് ക്ലാസ്സിലെ മിക്ക ക്രിസ്ത്യൻ കുട്ടികളും മലയാറ്റൂർ പോയിട്ടുണ്ടാകും. അങ്ങനെ എനിക്കും ആ ആഗ്രഹം വന്നു, മലയാറ്റൂർ മല കയറണം. അപ്പൻ പ്രവാസി ആയതുകൊണ്ടും ജനുവരിയിലോ ഓണസമയത്തോ മാത്രമേ അപ്പൻ നാട്ടിലെത്താറുള്ളൂ. അപ്പാപ്പനും അമ്മാമ്മയ്ക്കും പ്രായമേറിയവരായതിനാലും അമ്മയ്ക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ കഴിയാതിരുന്നതിനാലും ആ മലയാറ്റൂർ യാത്ര അങ്ങനെ നീണ്ടുപോയി. ഓരോരുത്തർ പറയുമ്പോഴും കേട്ടിരിക്കും ഈ മലയാറ്റൂർ മലകയറ്റം. അങ്ങനെയിരിക്കെ 9ാം ക്ലാസ് കഴിഞ്ഞ വെക്കേഷനാണ് അമ്മയുടെ അനിയത്തി എന്നെ ആദ്യമായി മലയാറ്റൂർക്ക് കൊണ്ടുപോകുന്നത്. അന്ന് 9ാം സ്ഥലം എത്തിയപ്പോൾ നല്ല മഴ വന്നു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അമ്മയും അനിയത്തിമാരും കൂടെ ഡിഗ്രി പഠനകാലത്ത് ഒരിക്കൽ കൂടി മല കയറി. പിന്നീട് വിവാഹശേഷമാണ് മല കയറിയത്. കാലങ്ങൾക്കിപ്പുറം ഭർത്താവിൻ്റെ ജോലി സംബന്ധമായി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാലടിയിൽ സ്ഥിരതാമസമാക്കി. പിന്നീട് എല്ലാ വർഷവും മല കയറാൻ പോകും. ഇവിടുത്തെ ആന കൊത്തിയ പള്ളിയും അത്ഭുത നീരുറവയിലെ വെള്ളവും കുടിച്ച് പൊന്നിൻ കുരിശിനരികിലെത്തും. തോമാസ് ലീഹ വിരൽ കൊണ്ട് കുരിശ് വരയ്ക്കുകയും പിന്നീട് കന്നുകാലികളെ തീറ്റാൻ വന്നവർ ഈ പാറയിൽ പൊന്നിൻ കുരിശ് കാണുകയും ചെയ്തു. ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ കുരിശ് സ്ഥിതി ചെയ്യുന്നത്. തോമാസ് ലീഹായുടെ പാദമുദ്രയും കണ്ട് മലമുകളിൽ വിശ്രമിച്ച് കുറച്ച് സമയത്തിന് ശേഷമാണ് തിരിച്ചുള്ള മലയിറക്കം. മലമുകളിലെ കാറ്റിന് ഒരു പ്രത്യേക തണുപ്പാണ്. ഇത്തവണ മലയിറങ്ങുമ്പോൾ വാനരക്കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒഴിവുദിനങ്ങളിലെ ചില സായാഹ്നങ്ങൾ പലപ്പോഴും മലയാറ്റൂർ മലയുടെ താഴെയുള്ള മണപ്പാട്ടുചിറയുടെ കരയിലാണ്. അസ്തമയ സൂര്യനെയും കണ്ട് കുട്ടികളുടെ പാർക്കിൽ സമയം ചെലവഴിച്ച് ഒരു കാലത്ത് ഞാൻ പോകണമെന്നാഗ്രഹിച്ച മലയാറ്റൂർ മല ഇന്നെനിക്ക് എന്നും കാണാവുന്ന ദൂരത്തിലാണ്. മലയാറ്റൂർ മല കാണണമെങ്കിൽ ഒന്ന് വീട്ടിൽ നിന്ന് റോട്ടിലോട്ട് ഇറങ്ങി കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ മതി. അങ്ങ് അകലെയായി മല കാണാം. നൊയമ്പുകാലത്തെ സായാഹ്നങ്ങൾ അകലെയായി മലയിലെ ലൈറ്റുകൾ തെളിഞ്ഞു കാണാം. ഇപ്പോൾ എനിക്ക് എന്നും കാണാവുന്ന ദൂരത്തായാണ് മലയാറ്റൂർ മലയുള്ളത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ് ജീവിതത്തിൽ.